हेलो। ചാപ്റ്റർ 24 ഗിരെ താൽ മേ ചന്ദമാമ. ആനന്ദ്മയി കവിത. ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. ഗിരെ താൽ മേ. താൽ എന്ന് പറഞ്ഞാൽ താലാബ് അല്ലെങ്കിൽ ഒരു കുളം. മേ ചന്ദമാമ. ചന്ദമാമേനെ പറ്റിയാണല്ലേ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ചന്ദ്രനാണ്, മൂണാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മൂൺ കുളത്തില് വീണു, താലാബില് വീണു. ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ഗിരെ താൽ മേ ചന്ദ മാമ സബ്നെ ദേക്ക സബ്നെ ദേക്ക. ഫസേ ചാൽ മേ ചന്ദ മാമ सबने देखा सबने देखा. सबने देखा एक अजंबा मछुआरे ने जाल समेटा. कहीं नहीं दे चंदा मामा कहाँ गए जी चंदा मामा. ഇങ്ങനെയാണ്. ഗിരെ താൽ മേ ചന്ദ മാമ सबने देखा सबने देखा. फंसे जाल में चंदा मामा सबने देखा सबने देखा. सबने देखा एक अजंबा मछुआरे ने जाल समेटा. कहीं नहीं दे चंदा मामा कहाँ गए जी चंदा मामा. എന്താ ഇവിടെ പറയുന്നത്? താൽ, താലാബ്. താലാബില് ചന്ദമാമ താലാബില് വീണുപോയി. ഇവിടെ താഴെ കണ്ടോ? ചന്ദമാമ താലാബിലുണ്ട്. ഇത് ശരിക്കും ചന്ദമാമ താലാബില് വീണതാണോ? അല്ല അല്ലേ. രാത്രി ചന്ദ്രന്റെ റിഫ്ലക്ഷൻ താഴെ താലാബിലുള്ള വെള്ളത്തിൽ കാണുകയാണ്. പക്ഷെ ഇവരെന്താ പറയുന്നത്? ചന്ദമാമ വെള്ളത്തിൽ വീണു, ചന്ദമാമ താലാബിൽ വീണു. എല്ലാരും കണ്ടു, എല്ലാരും കണ്ടു. അതാണ് സബ്നെ ദേഖ. ഫസേ ജാലുമേ ചന്ദമാമ. നമുക്ക് ചന്ദ്രനെ ജാലുമേ വലയിട്ട് പിടിച്ചാലോ? വലയിട്ട് പിടിക്കാൻ പോവാണ്. എല്ലാരും കണ്ടു, എല്ലാരും കണ്ടു. സബ്നെ ദേഖ ഏക് അജംബ. എല്ലാരും ഒരു അത്ഭുതം പോലെയാണ്. അജംബ എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഒരു വണ്ടർ. ഇത് ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണല്ലേ. ചന്ദ്രൻ താലാബില് വീണിരിക്കുകയാണ്. എല്ലാരും ഒരു അത്ഭുതം കണ്ടു. മച്ചുവാരേനെ ജാൽ സമേട്ട. മച്ചുവാരെ എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ, മീൻ പിടിക്കുന്ന ആളാണ്. ഇവിടെ കണ്ടോ, തോണിയിൽ ഒരു മീൻ പിടിക്കുന്ന ഒരു ഫിഷർമാൻ ഉണ്ട്. അയാളുടെ വല, മീൻ പിടിക്കുന്ന വല എറിഞ്ഞ് ചന്ദ്രനെ പിടിക്കാൻ പോവാണ്. കണ്ടില്ലേ? കഹി നഹി ദേ ചന്ദമാമ. വലയിട്ട് വലിച്ചെടുത്തപ്പോ അതിലൊന്നും ചന്ദമാമ കുടുങ്ങിയില്ല. കഹി നഹി ദേ, എവിടെയും ഇല്ലായിരുന്നു. കഹാ ഗേ ജി ചന്ദമാമ. എവിടെ പോയി ചന്ദമാമ? എല്ലാരും കണ്ടതാണല്ലോ ഈ താലാബില്. എന്നിട്ട് വലയിട്ടപ്പോ എവിടെ പോയി? രാജേഷ് ജോഷി എന്നാണ് ഈ കവിത എഴുതിയ ആളുടെ പേര്. അപ്പൊ നിങ്ങൾക്ക് പറയാമോ എന്തുകൊണ്ടാണ് വലയിട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രനെ കാണാൻ പറ്റാഞ്ഞത്? ചന്ദ്രനെ എന്തുകൊണ്ടാ താലാബിൽ നിന്ന് പിടിക്കാൻ പറ്റാഞ്ഞത്? ചന്ദ്രൻ ശരിക്കും താലാബിൽ വീണില്ലായിരുന്നു അല്ലേ. അത് മുകളിൽ നിന്നുള്ള റിഫ്ലക്ഷൻ മാത്രമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. कविता में अजंबा अजंबा शब्द आया है. कविता पढ़कर अनुमान लगाइए कि इस शब्द का अर्थ क्या हो सकता है. അജംബ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ കവിത വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അത്ഭുതം അല്ലെങ്കിൽ ഒരു വണ്ടർ. സാധാരണയായിട്ട് സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. അതാണ് അജംബ അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. नीचे दिए हुए किस वाक्य में अजंबा शब्द का सही प्रयोग हुआ है. താഴെ തന്നിരിക്കുന്ന ഏത് വാക്യത്തിലാണ്, ഇവിടെ കുറെ സെന്റൻസസ് തന്നിട്ടുണ്ട്, ഇതില് അജംബ എന്ന വേർഡും ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. യേ ദേക്കർ അജംബ ഹുവാ കി സൂരജ് പ്രകാശ് ദേത്താ ഹേ. സൂര്യൻ പ്രകാശം തരും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുവോ? സൂര്യൻ പ്രകാശം തരുന്നു എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഇതിൽ ഒരു അത്ഭുതവും തോന്നൂല. യേ ദേക്കർ അജംബാ ഹുവാ കി ചാന്ദ് രാത് മേ ദിഖ്താ ഹേ. ചന്ദ്രനെ രാത്രി കാണുമ്പോ നമുക്ക് അത്ഭുതം വരുവോ? ഇല്ല അല്ലേ. ചന്ദ്രൻ രാത്രിയല്ലേ എപ്പോഴും വരിക. അതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. യേ ദേക്കർ അജംബാ ഹുവാ കി ആധേ मैदान में बारिश हुई और आधा मैदान सूखा था. ഹാ, ഇതൊരു അത്ഭുതത്തിന്റെ കാര്യമാണ്. നിങ്ങളൊരു ഗ്രൗണ്ടിൽ പോയി നോക്കുമ്പോൾ ഗ്രൗണ്ടിലെ ഹാഫ് പോർഷനിൽ മാത്രം മഴ പെയ്തു,
അപ്പൊ അടുത്ത ഹാഫിൽ മഴയെ പെയ്തിട്ടില്ല, അവിടെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇതൊരു അത്ഭുതമുള്ള കാഴ്ചയാണല്ലേ. അപ്പൊ ഈ സെന്റൻസിലാണ് അജംബ എന്ന വേർഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. इस कविता में चंदा मामा की जगह पर सूरज दादा कहकर इस कविता को पढ़िए, अपनी नई कविता को कॉपी में लिखिए. നമ്മളിപ്പോ വായിച്ചത് ചന്ദമാമയുടെ കവിതയാണ്. ഈ ഒരു കവിതയിൽ ചന്ദമാമ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അതിനു പകരം സൂരജ് ദാദ എന്ന് മാറ്റി എഴുതണം. എന്നിട്ട് ആ കവിത ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് അത് നിങ്ങളുടെ ബുക്കിൽ എഴുതും വേണം. ആരാണ് സൂരജ് ദാദ? സൂരജ് ദാദ സൺ. നമുക്ക് വായിക്കാം അല്ലെ. ഗിരേ താലുമേ ചന്ദമാമയാണോ? അല്ല. ഗിരേ താലുമേ സൂരജ് ദാദ सबने देखा सबने देखा. फंसे जाल में सूरज दादा सबने देखा सबने देखा. सबने देखा एक अजंबा मछुआरे ने जाल समेटा. कहीं नहीं दे सूरज दादा कहाँ गए जी सूरज दादा. നിങ്ങൾ ഇതൊന്ന് സ്വന്തമായിട്ട് പാടി നോക്കണം. അത് കൂടാതെ നിങ്ങളുടെ ബുക്കിലും അങ്ങനെ തന്നെ മാറ്റി എഴുതണം. ഓക്കെ. മിൽക്കർ പഠിയേ. ഇവിടെ ഒരു കുഞ്ഞ് പോയം കൂടി തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. चांद की रोटी पानी में आई मछली फिर भी खा न पाई. എന്താണ്? चांद की रोटी पानी में आई मछली फिर भी खा न पाई. ചാന്ദ് കി റൊട്ടി, ചന്ദ്രന്റെ റോട്ടി, ചപ്പാത്തി. കണ്ടോ, ചന്ദ്രന്റെ ചപ്പാത്തിയാണ്, ചന്ദ്രന്റെ പ്രതിബിംബമാണ് ആക്ച്വലി ഇത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ചപ്പാത്തിനെ പോലെ ഉണ്ടല്ലേ. അപ്പൊ ചാന്ദ് കി റോട്ടി പാനിമേ ആയി, വെള്ളത്തിൽ വന്നു. മച്ഛലി ഫിർബി, എന്നിട്ടും മച്ഛലി, മച്ഛലി എന്ന് പറഞ്ഞാൽ ഫിഷ്, ഫിഷിനത് ഖാനപ്പായി, കഴിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അത് ഒറിജിനൽ ആയിട്ടുള്ള റൊട്ടി അല്ല, അത് ചന്ദ്രന്റെ റിഫ്ലക്ഷൻ ആണ്. सोचिए और लिखिए. चांद की रोटी किसे कहा गया है? चांद की रोटी എന്ന് എന്തിനെയാണ് പറഞ്ഞത്? चांद की रोटी पानी में चांद के प्रतिबिंब. प्रतिबिंब എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ. चांद के प्रतिबिंब को कहा गया है. मछली चांद की रोटी क्यों नहीं खा पाई होगी? എന്തുകൊണ്ടാണ് ഫിഷിന് ചാന്ദ് കി റോട്ടി കഴിക്കാൻ പറ്റാണ്ടിരുന്നത്? मछली इसे नहीं खा पाई क्योंकि बिकॉज वह असली नहीं थी. അത് ഒറിജിനൽ റൊട്ടി ആയിരുന്നില്ല. സിർഫ് ഏക് പ്രതിബിംബ് ഥി. അതൊരു ഓൺലി ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. ഈ പ്രതിബിംബ് എന്നുള്ള വേർഡിന് പർച്ചായി എന്നും അർത്ഥമുണ്ട് കേട്ടോ. പ്രതിബിംബ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിന്റെ പർച്ചായി. വളരെ ചെറിയൊരു കവിതയായിരുന്നു അല്ലേ. പക്ഷെ നല്ല ഈണത്തിൽ നിങ്ങൾ ഈ പാട്ട് പാടി പഠിക്കണം. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.